أهل الكتاب قد جاءكم رسولنا يبين لكم على فترة من الرسل أن تقولوا ما جاءنا من بشير ولا نظير فقد جاءكم بشير ونذير السلام عليكم ورحمة الله وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര പാപങ്ങൾ പൊറുക്കപ്പെടുകയും നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ പരിശുദ്ധ റമദാൻ മാസത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അല്ലാഹു തആല ഇത്തരത്തിലുള്ള ഇബാദത്തുകളും കർമ്മങ്ങളുമൊക്കെ നമുക്ക് നിർബന്ധമാക്കിയത് എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, ഇതൊക്കെ ആരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സമുദായത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാണ് എന്ന് മറ്റാരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ അല്ല ഇത്തരത്തിലുള്ള ഇബാദത്തുകളും പരിപാടികളുമൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടം വിട്ടുപോകണം. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിശ്ചയിച്ച സമയം, റബ്ബ് നിശ്ചയിച്ച രീതി മാറ്റാനോ തിരുത്താനോ ഇന്ന് ലോകത്തൊരാളെ കൊണ്ടും സാധിച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ ഞരമ്പുകൾക്കുള്ളിലുള്ള ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ താക്കോൽ ദ്വാര റോബോട്ടിക് ശസ്ത്രക്രിയകളെ കൊണ്ട് മനുഷ്യന്റെ ബ്ലോക്കുകളും ഹൃദയത്തിന്റെ ചലനം പോലും പേസ് മേക്കറാൽ ചലിപ്പിക്കാൻ സാധിക്കുന്ന ഈ കാലത്ത് റബ്ബ് നിശ്ചയിച്ച ഒരു നിശ്ചലമായ ഹൃദയം ഇന്നുവരെ ലോകത്തേത് MBBS കോടീശ്വരനുണ്ടെങ്കിലും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മുൻഗാമികളായ ചില ആളുകൾ അവരുടെ കവിതകളിലൂടെ വളരെ മനോഹരമായി നമ്മളുടെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ കവിത പരിശോധിച്ചാൽ കാണാം, വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. വലത്തുക ഉമ്മുക യബ്ന ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളെ ഉമ്മ പ്രസവിച്ചത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ടാണ്. അല്ലേ? ജനിച്ച ഉടനെ ആശുപത്രിയിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടില്ലെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ അങ്ങനെ വെപ്രാളപ്പെടും. പുറത്ത് കാത്തു നിൽക്കുന്ന കുടുംബക്കാരോട് പറയും, ഡെലിവറി കഴിഞ്ഞു, പക്ഷെ കുട്ടി മിണ്ടണില്ല. നിമിഷ നേരം കൊണ്ട് കുട്ടി ആർത്ത് കരയുമ്പോ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, എല്ലാ കുടുംബക്കാരും ആ കരച്ചിൽ കേട്ട് ചിരിക്കും. നമ്മളെ കരച്ചിൽ കണ്ട് കുടുംബക്കാര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജനിച്ച അന്നാ. എങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. നീ തുറന്ന നിന്റെ കണ്ണുകൾ മറ്റൊരാൾ അടയ്ക്കുന്ന ഒരു ദിനം വരും. നിന്റെ തുറന്നു പോയ വായ മറ്റൊരാൾ കൂട്ടിക്കെട്ടുന്നൊരു ദിനം വരും. നീ ധരിച്ച നിന്റെ വസ്ത്രത്തിന്റെ കുടുക്ക് പോലും മറ്റൊരാൾ അയക്കുന്നൊരു ദിനം വരും.
നീ കുളിച്ച നിന്റെ ഒറ്റക്കുള്ള കുളിക്ക് പകരം 5ഉം 6ഉം പേര് നിന്നെ കുളിപ്പിക്കുന്ന ഒരു ദിനം വരും. നീ വിസർജിച്ച ഒറ്റക്ക് മറ്റൊരാൾ ഇടത്തെ കൈയിൽ ശീല ചുറ്റി നിന്റെ വയറമർത്തി വിസർജിപ്പിക്കുന്ന ഒരു ദിനം വരും. അന്ന് നിന്റെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ നിന്നെയോർത്ത് കരയുമ്പോ ഫഅ്മൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. അന്ന് നിനക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഫഅ്മൽ ബിനഫ്സിക, നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. നിന്റെ പേരോ തറവാടോ സ്ഥാനമോ പണമോ ഇതൊക്കെ പടച്ചോന്റെ മണ്ണിന്റെ മേലെ വെക്കുന്നത് വരേ ഉള്ളൂ. പണക്കാരൻ അമേരിക്ക കടന്നു മരിച്ചാലും, സൗദി അറേബ്യന്റെ രാജാവ് മരിച്ചാലും, ഈ പിലാശ്ശേരിയിലെ ഒരു മൺകൊട്ടക്കാരൻ മരിച്ചാലും വെക്കുന്നതൊക്കെ 6 അടി മണ്ണില. ലോകത്തൊരാളുടെയും കബർ ആർക്കും മൊസൈക്കാക്കാൻ പറ്റിയിട്ടില്ല, മാർബിളാക്കാൻ പറ്റിയിട്ടില്ല, AC ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സീലിംഗ് ഫാനോ ടേബിൾ ഫാനോ വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫഅ്മൽ ബിനഫ്സിക, നിനക്ക് നീ എന്തെങ്കിലും കണ്ടെത്തണം എന്റെ കബറിലേക്ക്. കാരണം ഈ ലോകത്തെല്ലാം തികഞ്ഞിട്ടല്ല ഞാനുങ്ങളും മരിച്ചു എന്ന് ആണോ? ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പത്രത്തിലൂടെ നമ്മൾ വായിച്ചില്ലേ, ഇശാ ജമാഅത്തിന് വാപ്പാന്റെ കൂടെ നിസ്കരിച്ചിരുന്ന 4 ആൺമക്കളെ സുബിഹിന്റെ ജമാഅത്തിന്റെ മുൻപ് പടച്ചോൻ കൊണ്ടുപോയി. നമ്മൾ എന്താ ചിന്തിക്കുക? ഒന്നിനെ റബ്ബ് കൊണ്ടുപോയിരിക്കും, ഇനി ആൺതരില്ലയിൽ 2 എണ്ണത്തിനെ റബ്ബ് കൊണ്ടുപോയിരിക്കും, എന്നാലും 2 എണ്ണം ബാക്കി, 4 എണ്ണത്തെ 4 പിഞ്ചു മക്കളെ അല്ലാഹു തആല കൊണ്ടുപോയി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു മരണം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് അത് വായിച്ച് കേട്ടു എന്ന് എനിക്കറിയില്ല. 5 കൊല്ലം മുൻപ് 2021 ഒരു പ്രവാസിയായ ചെറുപ്പക്കാരൻ നാട്ടിലുള്ള കിടപ്പാടൊക്കെ വിറ്റ് കിട്ടിയ പണം കൊണ്ട്, കടബാധ്യതയും വീടില്ലായ്മയും കൊണ്ട് അദ്ദേഹം പ്രവാസിയായതാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നം 2 കാര്യം. ഒന്ന്, വാപ്പന്റെ പേരിലുള്ള കടം വീട്ടണം, പണ്ടുള്ള ഓടുള്ള വീടൊന്ന് പൊളിച്ചിട്ട് ഒരു ചെറിയ നല്ലൊരു വീടുണ്ടാക്കണം. 5 കൊല്ലം അവൻ പ്രവാസ ലോകത്ത് നിന്നു, നാട്ടിക്ക് വന്നിട്ടില്ല. അവസാനം കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ടിക്കറ്റ് സംഘടിപ്പിച്ച് നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് റമദാനിന്റെ 1.5 മാസം മുൻപാണ്. നാട്ടിലേക്ക് പുറപ്പെടാൻ നേരത്തും വീട്ടിക്ക് വിളിച്ചു പറഞ്ഞു, വാപ്പ അമ്മ നിങ്ങളും വരണം, ഭാര്യയും വരണം, മക്കളും വരണം. എല്ലാവരും പുലർച്ചെ 4:45 വാഹനം ഏൽപ്പിച്ചു. 5:30 ആകുമ്പോഴേക്കും എയർപോർട്ടിലെത്തി. വൃദ്ധനായൊരു വാപ്പ, സൂക്കേടുകാരിയായ ഒരു വാപ്പമ്മ, അതോടൊപ്പം 5 കൊല്ലത്തിന്റെ വിരഹവുമായിട്ട് കാത്തിരിക്കുന്ന ഒരു പെണ്ണ്, 2 പെൺകുട്ടികൾ. വിമാനം ലാൻഡ് ചെയ്തപ്പോ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് തൊട്ടടുത്തുള്ളവനോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂരെത്തിയില്ലേ? എത്തി എന്നടുത്തുള്ളവൻ പറഞ്ഞപ്പോ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ സീറ്റിലേക്ക് ചാരിക്കടന്നു. മിനിറ്റുകൾക്കപ്പുറം ആ വിമാനത്തിലുള്ള 142 യാത്രക്കാരും പുറത്തേക്ക് ഇറങ്ങി. ഓരോരുത്തരും ചെക്കിങ് കഴിഞ്ഞ് വണ്ടിയൊന്തി പെട്ടിയൊന്തി പുറത്തേക്ക് വരുമ്പോ ആ പുറത്ത് കമ്പിവേലിന്റെ മറുഭാഗത്തൊരു വാപ്പണ്ട്, ഉമ്മണ്ട്, ഒരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ഊതി വെച്ച് കാത്തിക്കുന്നോല്. പക്ഷെ 142 പേരും പെട്ടിയുന്തി പുറത്തേക്ക് പോയിട്ടും അതിലോല മോനില്ല. വാപ്പയും പെൺകുട്ടിയും ഒക്കെ കരയാൻ തുടങ്ങി. ഡ്രൈവർമാര് കാര്യം അന്വേഷിച്ചു. എയർപോർട്ടിലെ അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോ 1-2 അധികൃതർ വന്നിട്ട് പറഞ്ഞു പോലും പെട്ടെന്നൊന്ന് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി വരെ പോണം. താലൂക്ക് ആശുപത്രിയുടെ ICUവിന്റെ മുൻപിൽ ഒരു സ്ട്രെച്ചറിൽ ഒരു ജീൻസും പച്ചക്കുപ്പായ കള്ളി ഷർട്ടും ഇട്ട് മുഖത്തേക്കൊരു വള്ളത്തുണി മൂടിയിട്ടൊരു ചെറുപ്പക്കാരന്റെ ശരീരത്തിന്റെ മുകളിൽ നിന്ന് തുണി മാറ്റിയിട്ട് ഡോക്ടർമാരും എയർപോർട്ടുകാരും ചോദിച്ചു, ഇതാണോ നിങ്ങളെ മോൻ? നിമിഷ നേരം കൊണ്ട് ആ വാപ്പ മോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ കരച്ചിൽ ഇന്നും ഡ്രൈവർമാര് കണ്ണീരോടെ പറയും. എന്തിനാ പടച്ചോനെങ്ങിന്റെ മോനെ കൊണ്ടുപോയത്? ഗുളികമ്മല് ജീവിക്കുന്ന ഒരു കാര്യമില്ലാത്ത ഞാനൊക്കെ ഇവിടെ ഉള്ളപ്പോ എന്തിനാ പടച്ചോനെങ്ങിന്റെ മോനെ കൊണ്ടുപോയത്? എന്തിനാ റബ്ബെങ്ങി പാവം കുട്ടീനെ വിധവയാക്കിയത്? എന്തിനാ റബ്ബെങ്ങി 2 മക്കളെ യത്തീമാക്കിയത്? വാപ്പ ഹൃദയം പൊട്ടിക്കരയുമ്പം സമാധാനിപ്പിക്കാനില്ലാതെ ആ ഡോക്ടർമാരും അവിടെയുള്ള ഡ്രൈവർമാരും ഒക്കെ ഇന്നും സങ്കടത്തോടെ അത് പറയും. ഇങ്ങനെ ഏതോ ഒരു ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാതെ ഞാനുങ്ങളും മടങ്ങും. നമ്മളെ മക്കളെ കൈപിടിച്ചെടുക്കാൻ നമ്മൾ ഉണ്ടാകുമോ? ഇല്ല. വാപ്പാന്റെ ഏറെ ആഗ്രഹമായിരുന്നു മോളെ കൈയിടിച്ചെടുക്കാൻ. 23 കൊല്ലത്തെ പ്രവാസ ലോകത്തുള്ള വാപ്പാന്റെ പൂതിയാത നാട്ടിലേക്ക് വിമാനം കയറി. കല്യാണത്തിന്റെ അന്ന് മോളെ കൈ പിടിച്ച് തലശ്ശേരി ഓഡിറ്റോറിയത്തിലെത്തി. 11:30 പിയാപ്പനെ കാത്തുക്കുമ്പോൾ വാപ്പാക്ക് ഒരു നെഞ്ചുവേദന, വേഗം എടുത്തിട്ട് കൊണ്ടുപോയി. സമയം 1 2 വാപ്പാക്ക് വരാൻ പറ്റുന്നില്ല. അവസാനം 2:30 മണിക്ക് മൂത്താപ്പന്റെ കൈ പിടിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ പെണ്ണിനെ സ്വീകരിച്ചു. അത്രേ ഉള്ളൂ ഞാനും നിങ്ങളും ഒക്കെ.
അള്ള നിശ്ചയിച്ച സമയം അള്ളാഹു തന്നെ പറഞ്ഞിട്ടില്ലേ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. വന്നത് മണ്ണിൽ നിന്നാണെങ്കിൽ ആ മണ്ണിലേക്ക് എന്നെ നമ്മൾ മടങ്ങും. ലോകം എത്ര പുരോഗമിച്ചോട്ടെ, എത്ര പൈസ ഉണ്ടായിക്കോട്ടെ, ആ അള്ളാഹുവിന്റെ മണ്ണിലേക്ക് പലതും പൂർത്തീകരിക്കാൻ പറ്റാതെ മടങ്ങിപ്പോകുമ്പോ നാളെ റബ്ബിന്റെ മുൻപിലും ചില ചോദ്യങ്ങൾക്ക് നമ്മളെ ഉത്തരം ഉണ്ടാവണം. അല്ലെങ്കിൽ ദുനിയാവിലും തികഞ്ഞിട്ടില്ല, ആഖിറത്തിലും നഷ്ടായിരിക്കും. ആഖിറത്തിൽ വലിയ ചോദ്യങ്ങളിൽ പലതും റസൂലുള്ള പറഞ്ഞു എന്റെ ഉമ്മത്ത് രക്ഷപ്പെടും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ റബ്ബിനോട് നല്ല മറുപടി പറയും. നോമ്പിന്റെ കാര്യത്തിൽ അവർക്ക് മറുപടി ഉണ്ടാകും. സക്കാത്തിന്റെ വിഷയത്തിൽ അവർ മറുപടി പറയും. ഹജ്ജിന്റെ വിഷയത്തിൽ അവർ മറുപടി പറയും. പക്ഷെ എന്റെ ഉമ്മത്ത് ഒരു ചോദ്യത്തിന്റെ മുൻപിൽ അള്ളാന്റെ മുൻപിൽ തലകുനിക്കും. റബ്ബ് അവരെ പരിഹസിക്കും. പരലോകത്തവർ ഒറ്റപ്പെടും. മദീന പള്ളിയിൽ മണലിലിരിക്കുന്ന സ്വഹാബത്ത് മൂട്ട് തീപിടിച്ച മാതിരി ഞെട്ടി എഴുന്നേറ്റ് ചോദിച്ചു, ഏതു ചോദ്യത്തിനാ നബിയെ അള്ളാന്റെ മുൻപിൽ ഞങ്ങൾ തോറ്റുപോവുക? അള്ളാന്റെ മുൻപിൽ ഞങ്ങൾ പരാജയപ്പെടുന്ന ചോദ്യം ഏതാ റസൂലേ? അള്ളാഹുവിന്റെ തിരുദൂതൻ ഓതിക്കൊടുത്തു വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനം. ആ വചനത്തിലുണ്ട്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. വല്ലർഹാം, നിങ്ങളെ കുടുംബത്തെ കുറിച്ചുള്ള ചോദ്യം. അള്ളാഹു നിങ്ങൾക്ക് വിശ്വസിച്ചേൽപ്പിച്ച നിങ്ങളെ കുടുംബത്തെ പറ്റിയുള്ള ചോദ്യം. ആ കുടുംബത്തെ ഇങ്ങ് സ്വർഗത്തിലാക്കിയോ? ആ കുടുംബത്തിന് വേണ്ടി ഇങ്ങ് എന്തൊക്കെ ചെയ്തു? ഭക്ഷണം മാത്രാണോ കൊടുത്ത്? വിദ്യാഭ്യാസം മാത്രാണോ കൊടുത്ത്? ഇങ്ങനെ റബ്ബിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ പലരും കുടുംബത്തെ തൊട്ട് പരാജയപ്പെടും. മദീന പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നൊക്കെ ഒരായത്തോതുന്നുണ്ടോ അന്നൊക്കെ സഹാബാക്കൾ ബോധം കെടും. ഭൂരിപക്ഷ ആൾക്കാരും സലാം വെട്ടിക്കഴിഞ്ഞ് അല്പം കൂജയിൽ വെള്ളം എടുത്ത് പ്രവാചകൻ പള്ളിന്റെ പിന്നിലേക്ക് വരും. ബോധം കെട്ടുകിടക്കുന്ന സഹാബാക്കളെ മുഖത്തൊക്കെ ഇങ്ങനെ വെള്ളം തെളിക്കുമ്പോ ഞെട്ടി എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കണ്ണു തുറിച്ച് കരയുന്ന സഹാബത്തിനോട് അള്ളാന്റെ ഹബീബ് ചോദിച്ചു, എന്തിനാ സഹാബാക്കളെ നിങ്ങൾ ബോധം കെട്ട്? പട്ടിണിയാണ്ടാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും പച്ചവെള്ളമോ കാരക്കയോ കഴിച്ചിട്ട് വരണമെന്ന്? അപ്പൊ സഹാബാക്കൾ അവരുടെ മേൽവസ്ത്രം ഉയർത്തി കാണിച്ചു. പരന്ന പാറക്കല്ലുകൊണ്ട് ഈത്തപ്പന നാരുകൊണ്ട് വയറിങ്ങനെ കെട്ടിമുറുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, നബിയെ സുജൂദിൽ പോകുമ്പം കടന്നു പോകാതിരിക്കാൻ, റുക്കൂയിൽ പോകുമ്പം കുമ്പിട്ട് വീണുവാണ്ടിക്കാൻ ഈ പട്ടിണി കിടക്കുന്ന വയർ ഈ കല്ലുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. തിരുദൂതൻ ചോദിച്ചു, പിന്നെന്തിനാ സഹാബത്തെ നിങ്ങൾ ബോധം കെട്ട്? അവര് പറഞ്ഞു, നബിയെ നിങ്ങൾ ഓതുന്ന ആയത്ത് കേട്ടപ്പോ ഒരു നിമിഷ നേരത്തേക്ക് മനസ്സങ്ങ് പതറിപ്പോയി. അള്ളാന്റെ മുൻപിൽ നിൽക്കുന്നത് പോലെ ഒരു ചോദ്യം പോലെ ഞങ്ങൾക്ക് അത് അനുഭവപ്പെട്ടു. ആ ചോദ്യം ഞങ്ങളെ ചെവികളിൽ ഇങ്ങനെ മുഴങ്ങിയപ്പോ മനസ്സങ്ങനെ പ്രകമ്പനം കൊണ്ട് മിടിപ്പ് കൂടി ഞങ്ങൾ ബോധം കെട്ടുപോയതാ. ലോകത്തുള്ള പ്രവാചകന്റെ സ്വഹാബത്തിനെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ആയത്ത് ഏതാണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ ചെന്ന് ശിർക്ക് ചെയ്യാത്ത മുഅ്മിനീങ്ങളെ, ഇന്ന് വരെ മന്ത്രിച്ചോതുന്ന ഒരേലസിന് വേണ്ടി കൈ നീട്ടിക്കൊടുക്കാത്ത മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം നടത്തുന്ന മുസ്ലിമീങ്ങളെ, റബ്ബിന്റെ 5 വക്ത് നിസ്കാരം നാഥന്റെ മുൻപിൽ ചേർത്ത് വെക്കുന്ന മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ കഅബാലയം തവാഫ് ചെയ്യുന്ന മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ കാര്യം മാത്രം നോക്കിയാ പോരാ. പാപ്പാര് പറയും, ഞാൻ പള്ളിക്ക് പോലുണ്ട്, മക്കളെവിടെ? ഞാൻ സുബഹിക്ക് ജമാഅത്തിനെത്താറുണ്ട്, മക്കളെവിടെ? ഞാൻ അള്ളാന്റെ ഖുർആൻ 10 ആയത്തോതാത്ത ദിവസമല്ല, മക്കളെവിടെ? എന്റെ പെണ്ണുങ്ങൾ ഖുർആൻ ക്ലാസ് പങ്കെടുക്കാറുണ്ട്, മക്കളെവിടെ? എന്തോള് പർദ്ദടാണ്ട് ശരീരം മറയ്ക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങലില്ല, മക്കളെവിടെ? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, പടച്ചോൻ പലർക്കും കൊടുക്കാത്ത കുടുംബം നിനക്ക് തന്നിട്ടുണ്ട്. മക്കളില്ലാത്ത 10,000 ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. കൺമുൻപിൽ മക്കൾ മരിച്ചു പോകുന്നത് കണ്ട ലോകത്തിന്റെ പ്രവാചകന്റെ കണ്ണീര് നമ്മൾ കണ്ടിട്ടുണ്ട്. 490 മക്കൾ പട്ടിണി കിടന്ന് മരിച്ച ഫലസ്തീന് നമ്മളെ മുമ്പിലുണ്ട്. 8,000-ലധികം മക്കളെ കൊന്നൊടുക്കിയ ഇറാഖിലെയും ഇറാനിലെയും യുദ്ധം നമ്മൾ കണ്ടിട്ടുണ്ട്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഒരാളും കൊല്ലാത്ത ആ മക്കളെ പോറ്റാൻ ഒരുപാട് സൗകര്യം തന്ന നിന്റെ കുടുംബത്തെ
നീ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്നും കാത്തോ എന്ന റബ്ബിന്റെ ചോദ്യം മുഴുവൻ സഹാബാക്കളെയും സങ്കടപ്പെടുത്തിയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ജീവിതത്തിൽ പടച്ചോൻ തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാന്ന് ചോദിച്ചാ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും, അത് കുടുംബ. ഇപ്പൊ ഞാൻ പറയും, നിങ്ങൾക്കൊക്കെ വലിയ പൈസ ഉണ്ട്, നിങ്ങളൊരു വലിയ 6000 സ്ക്വയർ ഫീറ്റിന്റെ കൊട്ടാരം ഉണ്ടാക്കി, നിങ്ങൾക്ക് ഒറ്റക്ക് താമസിക്കാൻ പറ്റുമോ? എത്ര ദിവസങ്ങൾ ആ വീട്ടിൽ താമസിക്കും? അവിടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാകുമ്പോഴേ അതിനൊരു ഭംഗിയുള്ളൂ. നിങ്ങൾക്കൊരു 1 കോടി ഉറുപ്പ്യന്റെ വാഹനം ഉണ്ട്, ദിവസങ്ങൾ അതിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു, സമാധാനം ഉണ്ടാവുമോ? അവനാന്റെ മക്കൾ സൈഡിൽ ഇരുന്നിട്ടും ബാക്കെന്ന് ശബ്ദം ഉണ്ടാക്കിയാലും അതിന്റെ മനോഹരം വേറെയാ. ഈ ലോകത്ത് പടച്ചോൻ തരുന്ന പകരം വെക്കാനില്ലാത്ത റബ്ബിന്റെ ഏറ്റവും വലിയ നിഅമത്തിൽ ഒന്നാണ് കുടുംബം. നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുക, നമുക്ക് ജീവനോടെ ആരെങ്കിലും ഒക്കെ പടച്ചോൻ ബാക്കി തരിക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഷാദുലിപ്പള്ളിയിലെ ഖുതുബ നടത്തി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനെ വന്ന് കണ്ടു. എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മൗലവി എന്റെ നിക്കാഹ് ഉണ്ട്, നിങ്ങൾ വരണം. എന്നിട്ട് ഓൻ തന്നെ ഇങ്ങനെ സങ്കടത്തോട് പറഞ്ഞു, എങ്ങനെയാ ക്ഷണിക്കേണ്ടതെന്നൊന്നും എനിക്കറിയൂല, ക്ഷണിക്കാൻ എനിക്ക് ഞാനേ ഉള്ളൂ. എനിക്കിന്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി, വാപ്പ അതിന് ഉന്നയിക്കാക്കനെ നോക്കി, ഇക്കാക്കുണ്ട് പക്ഷെ വീൽ ചെയറിലാണ്, ഒരു ഭാഗം വികലാംഗന. വാപ്പ കഴിഞ്ഞ കൊറോണ സമയത്തും ഞങ്ങളെ വിട്ടുപോയി, അതുകൊണ്ട് എന്റെ നിക്കാഹ് ഉണ്ട്, നിങ്ങൾ വരണം. ഞാൻ ആ ദിവസം ചോദിച്ചു, ആ ദിവസം ഞാൻ നിക്കാഹിന് ആ വീട്ടിലെത്തി. ആ വീട് എന്ന് പറഞ്ഞാൽ കുറെ കവുങ്ങിന്റെ നടുവിൽ പണ്ടുണ്ടാക്കിയ, നമ്മളൊക്കെ പറയൂലേ, ചുവന്ന കാവി മേഞ്ഞ ഒരു ഓടിട്ട വീട്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ക്ഷണിക്കാനുള്ള ഈ ചെറുപ്പക്കാരൻ തന്നെയാ. ഓൻ കൈ പിടിച്ച് സലാം പറഞ്ഞ് അങ്ങോട്ടുണ്ട് ചിരുത്തി. ഞാൻ അവനെ നോക്കിയപ്പോ ഒരു വെള്ളത്തുണിയുണ്ട്, ഒരു വെണ്ണീറിന്റെ കളറിലുള്ള, ഒരു ഗ്രേ കളറിലുള്ള കുപ്പായമുണ്ട്. അപ്പൊ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന, നിക്കാഹിന് ഞാനൊക്കെ ചില ആൾക്കാരെന്നെ ഏൽപ്പിക്കും, 11 മണിക്കാണ് മൗലവി, നിങ്ങൾ 10:50 എത്തണം കേട്ടോ പറയും. നമ്മളൊരു 10:55 എത്തും. വീട്ടിൽ ചെന്നാ കാണാ ചില വാപ്പാര് പുറത്തിരിക്കുന്ന മക്കളോട് പറയും, പോയി ഒരുങ്ങടോ, മൊയ്യമാരൊക്കെ വന്ന്. അപ്പൊ കാണാൻ 5-6 കുട്ടികളെ കൂടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ കൂടെ പിയാപ്ലാകത്തേക്ക് പോകും. പിന്നെ പുറത്തിങ്ങനെ കാത്തുക്കുന്നവര് നോക്കിക്കുക അവൻ എപ്പോഴാന്ന് ഇറങ്ങുകയാണ്. ഏകദേശം ഒരു 11:40 ഓൻ ഇങ്ങനെ ഇറങ്ങും. ഇറങ്ങി പുറത്തേക്ക് കാല് വെക്കുമ്പോഴേക്കും കാണാൻ ചില ക്യാമറമാര് വന്നിട്ട് പറയും, ആയിട്ടില്ല, ആദ്യം കാലിങ്ങനെ പതുക്കെ വെക്കണം, സ്ലോ മോഷനില്. എന്നിട്ട് അതിനുശേഷം ഈ വാപ്പാനെ കെട്ടിപ്പിടിക്കണം, ഉമ്മ എടുക്കണം, അതിൽ പകരണം. പിന്നെ അമ്മാന്റെ കൈയിടിക്കണം, സലാം പറയണം, അണച്ചുകൂട്ടണം. പിന്നെ വല്യമ്മാനെ കണ്ട കൈയൊന്ന് പിടിക്കണം, ഒന്ന് മുത്തം കൊടുക്കണം. അവസാനം ഇതൊക്കെ കഴിഞ്ഞോ പുറത്തേക്ക് ഇറങ്ങുന്നത് എപ്പായിരിക്കും? 12 മണിക്ക്. ഏകദേശം നിക്കാഹിന്റെ സദസ്സിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിരുത്തുമ്പം കുടുംബത്തിലുള്ള ഏതോ കാരണവന്മാർ ഇങ്ങനെ പതുക്കെ വാച്ച് നോക്കിയിട്ട് എന്റെ വീട്ടിലൊക്കെ പറയും, നിർത്തിക്കളേണ്ടി 2-3 മിനിറ്റ് കൊണ്ട്. ഇതന്നെ ഒരു വർക്കത്തില്ലായ്മയാ. ഒരു മനുഷ്യന്റെ 1 മണിക്കൂർ ആ കുടുംബം നഷ്ടപ്പെടുത്തുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നാളെ വാപ്പയും മക്കളും, നിക്കാഹ് നടത്തുന്ന വാപ്പയും മക്കളും കുടുംബവും പടച്ചവനോട് കണക്കറിയേണ്ടി വരും. നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്ന 500 കണക്കിന് ആൾക്കാർ നിങ്ങൾ കാത്തുപ്പിച്ച് 1 മണിക്കൂർ ഓരോരുത്തരും നിങ്ങൾ കണക്കറിയേണ്ടി വരും അള്ളാന്റെ അടുത്ത്. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച വാക്കാ. ഞാൻ നോക്കുമ്പോ 2 ചുവന്ന കസേര ഇട്ടിട്ടുണ്ട്. ഒരു 11:25 പറഞ്ഞു. 11:30 ഞാൻ പറഞ്ഞ എല്ലാവരോടും, എന്നാ ഞാൻ ഇരിക്കട്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ നേരെ തുണിയൊക്കെ ഒന്ന് അയച്ചൊന്നു നമ്മളെ മുമ്പ് തന്നെ ഉടുത്ത് കുപ്പായൊക്കെ ഒന്ന് ഇങ്ങനെ വലിച്ചു താത്തി ഒരു ചുവന്ന സാധാ വാടകയ്ക്ക് എടുക്കുന്ന കസേരയിലേക്ക് കയറിയിരുന്നു. മറുഭാഗത്തേക്ക് എന്റെ പെണ്ണിന്റെ വാപ്പയും കയറിയിരുന്നു. നിക്കാഹൊക്കെ കഴിഞ്ഞ് ഓൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണവും തന്നു. തിരിച്ചിറങ്ങിപ്പോരുമ്പോ ഞാൻ എന്റെ വാഹനത്തിൽ കയറുമ്പോ മനസ്സറിഞ്ഞ് ഞാൻ എന്റെ പടച്ചവനോട് പറഞ്ഞു, അൽഹംദുലില്ലാ. എന്തിനാണെന്നറിയോ? എന്റെ കല്യാണത്തിനൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്റെ വാപ്പ എത്ര ചാക്ക് വേണം, അത് ഏത് ബ്രാൻഡ് ആവണം, എവിടെയൊക്കെ ക്ഷണിക്കണം, ഏത് പള്ളിയിൽ രജിസ്ട്രേഷൻ നടക്കണം, ആ പള്ളിയിൽ എത്ര കമ്മിറ്റിക്കാരെ വിളിക്കണം എന്നൊക്കെ വാപ്പയാ തീരുമാനിച്ച്. അതുകൊണ്ട് തന്നെ ഒരു കുറവും വരുത്താണ്ട് സമയത്തിന് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, ആയുസ്സുള്ള ഒരു വാപ്പനെ തന്നല്ലോ റബ്ബേ എന്റെ കാര്യത്തിന്. വീണ്ടും ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. എന്തിനാണെന്നറിയോ? അത്തോളിൽ നിന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതിന്റെ പെങ്ങളാ. ഓൾ അവിടെ ചെന്നോളെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിന്റെ മുറ്റത്തെത്തി. അകത്തുനിന്ന് ഉമ്മ വന്നോളെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കൂട്ടിക്കൊണ്ടുവരാൻ ഒരു പെങ്ങളോ ഏതെങ്കിലും കുടുംബത്തിലുള്ള ഒരു പെണ്ണോ അല്ലാത്ത അസാധു ചെറുപ്പക്കാരന്റെ കണ്ണീര് കണ്ടപ്പോ ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, പടച്ചോൻ ഇങ്ങി തന്ന വലിയ നിഅമത്ത് ആയുസ്സുള്ള കുടുംബക്കാര് തന്നതാ. വീണ്ടും ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? വന്നൊരൊറ്റ മനുഷ്യനെയും ബേജാറാക്കാണ്ട് 6 അമ്മമാരും 3 അളാപ്പാരും ഉള്ളത്. 9 ആളും കൂടി ആ പന്തലിൽ കിടന്നിട്ട് മരിച്ചതാ.
ഒരാളെ ഓല് ക്യൂ നിർത്തിയിട്ടില്ല. ഇന്ന് ചിലർ പൈസക്ക് ഷോ കാണിക്കുന്ന മാതിരി പ്ലേറ്റും പിടിച്ചിട്ട് ഇരക്കാൻ വിട്ടിട്ടില്ല. ഒരു മനുഷ്യനും മനസ്സ് വെറുത്തിട്ടില്ല. ഓരോരുത്തരെയും കൃത്യമായിട്ട് ഇരുത്തി ആവശ്യമുള്ളത് വിളമ്പിക്കൊടുത്ത് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ ഒരാളും ഭക്ഷണം കഴിക്കാതെ 3.25 മണിക്ക് അവരെല്ലാവരും കൂടി ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു മേശന്റെ ചുറ്റിയിരുന്നിട്ട് 9 ആളും കൂടി ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, ആയുസ്സുള്ള എളാപ്പനെയും മൂത്താപ്പനെയും ഒക്കെ ഇങ്ങി തന്നല്ലോ വടച്ചോനെ. വീണ്ടും ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. എന്തിനാണെന്നറിയോ? പുറത്തേക്ക് ഇറങ്ങുന്ന അതല്ലെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന ആൾക്കാർ ഇരിക്കുന്നതിന്റെ ഇടക്ക് എന്റെ അനിയന്മാര് വെള്ളവുമായിട്ട് ഓല എടുത്തെത്തിയിട്ടുണ്ട്. എനിക്ക് 2 അനിയന്മാരാണ്. ആ വെള്ളം എല്ലാവർക്കും ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഒരാളും വെള്ളം കിട്ടാതെ ആ സദസ്സില് ആ സ്പന്ദലില് വിഷമിച്ചിട്ടില്ല. മനുഷ്യരെ കുടുംബ സ്വർഗം. ഇപ്പൊ നമുക്ക് ആ ഭംഗി തോന്നാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഒരാൾ കൊടുവള്ളിയുണ്ട്, വേറൊരുത്തൻ ആരാമ്പുറത്തുണ്ട്. അതുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ല. പക്ഷെ 2 ആളും ഇല്ലാണ്ടായി നോക്കണം. കേറി ചെല്ലാൻ ഒരു ചോരല്ലാണ്ടായി നോക്കണം. ചെന്ന് കയറാൻ ഒരു കുടുംബം ഇല്ലാണ്ടായി നോക്കണം. അപ്പൊ അറിയും കുടുംബത്തിന്റെ വില. അപ്പൊ അറിയും പൈസക്കൊന്നും ഒരു വില ഇല്ലാന്ന്. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും നിങ്ങൾക്ക് പടച്ചോൻ തന്ന കുടുംബത്തോട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് അള്ളാന്റെ മുൻപിൽ നിങ്ങൾ ഓരോരുത്തരും കണക്ക് പറയേണ്ടി വരും. ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ. നാളെ റബ്ബിന്റെ മഹിശറയിൽ നെറ്റിയിലെ നിസ്കാരത്തയമ്പോ ഉടുത്ത പർദയോ ഓതിയ ഖുർആനോ നിസ്കരിച്ചതൊന്നും അല്ല പരിഗണിക്കുന്നതിന്റെ മുൻപ് പടച്ചോൻ ചോദിക്കും, കുടുംബത്തിൽ എന്തെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടാണോ ഈ പോന്നതെന്ന? ആരെങ്കിലും മനസ്സിങ്ങി ഇടങ്ങാറാക്കിയിട്ടാണോ പോന്ന്? ആരെങ്കിലും ഹക്ക് കവർന്നെടുത്തിട്ടാണോ പോന്ന്? ഒരു ഉറുപ്പ്യ ഹക്കല്ലാത്ത എന്റെ ശരീരത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ നിൽക്ക്. ആ ഇടപാടും ബാധ്യതയും തീർക്കാത്ത കാലത്തോളം എന്റെ നിസ്കാരം നോമ്പൊന്നും പടച്ചോന് വേണ്ടാന്ന് അള്ളാഹു പറയുന്നു. പഠിപ്പിച്ചത് നബിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാ. ഇന്ന് മരിക്കുന്നത് വരെ മനുഷ്യന്മാർക്ക് പകയാ. ചില ആൾക്കാരൊക്കെ പറയും മയ്യത്തുസ്കാരത്തിന് എന്ത് മനുഷ്യന്മാരാ പള്ളിയിൽ വന്നു എന്നറിയാം. പിലാശ്ശേരിയിലെ 3 നിലയാള് നിറഞ്ഞു എന്നാ പറയാ. നന്മണ്ട 3 നിലയും 3 തവണകളായിട്ടാ മയ്യത്തുസ്കാരം നടന്നത്. അതാ പുണ്യം. പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ വെച്ച് കുടുംബക്കാര് തിരിച്ചു പോരുമ്പോ 10 സെക്കൻഡിന്റെ ഇടയ്ക്ക് നസലൽ അമീനു മലക്ക് ജിബ്രീൽ, ആകാശത്തുനിന്ന് ജിബ്രീലിന്റെ നേതൃത്വത്തിൽ അള്ളാന്റെ മലക്ക് വരും. ആ മലക്കിന്റെ ചോദ്യത്തിൽപ്പെട്ട ചോദ്യമാണ് ഇതൊക്കെ. ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മളെ കയ്യിലില്ലെങ്കിൽ ഒരു സമാധാനവും പടച്ചോ മണ്ണിന്റെ അടിയിൽ തരൂല. അതുകൊണ്ടാ റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും പടച്ചോന്റെ പള്ളിക്കാട്ട് കിടക്കുമ്പോ മനസ്സമാധാനത്ത് കിടക്കാൻ പറ്റണം. ആ റബ്ബ് തന്ന കുടുംബം ഇന്നെല്ലാവർക്കും കൈവിട്ടുകൊണ്ടിരിക്കുക, എല്ലാ രംഗത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ മക്കളുടെ വിഷയത്തിൽ എത്രത്തോളം ലിബറലുകളും നിരീശ്വരവാദികളും നമ്മളെ മക്കളെ സ്വാധീനിച്ചു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഏറ്റവും ഇബാദത്തോടുകൂടി കഴിഞ്ഞുകൂടേണ്ട ഈ മാസം ബഹുഭൂരിപക്ഷ മക്കളും റോട്ടിന്റെ സൈഡിലാ, കൊടുവള്ളി അങ്ങാടിയിലാ, കോഴിക്കോട് ബീച്ചിലാ. വേട്ടാളൻ എന്ന പേരെഴുതി വെച്ചതും കാട്ടാളൻ എന്ന പേരെഴുതി വെച്ചതും പൊട്ടിത്തെറിച്ചതും ആത്മാവ് പോകുന്നതും ഉത്തരേന്ത്യനും ചൈനീസുമായിട്ടുള്ള ഫുഡുകളുടെ ബ്ലോഗർമാരായിട്ട് ക്യൂ നിന്ന് തിന്നുപോരുക. മനുഷ്യന്റെ ആമാശയം നശിപ്പിച്ചു കളയുന്നതാണെന്ന് പരിസ്ഥിതിയെയും അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെയും കൃത്യമായി പഠിപ്പിച്ചിട്ടും ഇന്നും മനുഷ്യന് വീട്ടിലത്തത് മതിയാവുന്നില്ല. ഉണ്ടോ? പള്ളികളിലേക്ക് നമസ്കരിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ എല്ലാ മക്കളെയും ആക്ഷേപിക്കല്ലോ. ഈ കൂട്ടത്തിലുണ്ട് ചെറുപ്പക്കാര്, അന്തസ്സോടെ വന്നവര്, ബഹുമാനിക്കപ്പെടേണ്ടവര്. എന്നാൽ ഇതിലൊന്നും പങ്കെടുക്കാതെ വാപ്പാന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രം സമൂഹത്തിൽ അറിയപ്പെടുന്നവരുണ്ട്. അത്രയേറെ ലിബറൽ മനോഭാവം മക്കളെ സ്വാധീനിച്ചു. ചുണ്ടിലെരിയുന്ന സിഗരറ്റ്, മാടിക്കൊത്തുന്ന മുണ്ട്, നാവിനടിയിൽ തിരുകല്, മൂക്കിലേക്ക് വലിച്ചു കയറ്റല്, ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലൊക്കെ ആണത്തമാണെന്ന് ലിബറലുകളും മീഡിയയും നിരീശ്വരവാദികളും നമ്മളെ മക്കളെ പഠിപ്പിച്ചു. അതിന്റെ പരിണിത ഫലമോ? 4 കാലിൽ എഴഞ്ഞു നീങ്ങുന്ന മക്കളാ പലരും. അമ്പരപ്പോടെ പലരും തൊട്ടടുത്തുള്ളവനെ പിടിച്ചുണ്ടോ പറയുന്നുള്ളൂ. പല കുടുംബത്തിലെ മക്കളും ഇപ്പൊ ലോക്കപ്പിന്റെ ഉള്ളിലാ, പലരും ഡി അഡിക്ഷൻ സെന്ററില്ല. ക്യാമ്പസുകളിൽ പോലും കുത്തഴിഞ്ഞ ജീവിത രീതിയിലേക്ക് വന്നു അല്ലേ? അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകനെ അതേ അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് അസഭ്യം പറയുന്ന ക്യാമ്പസുകൾ, പേനക്കത്തി കൊണ്ട് സഹപാഠിയുടെ മുതുക്കത്തി ചിത്രം വരച്ച് ചീറ്റിത്തെറിക്കുന്ന രക്തം കണ്ട് ആനന്ദം ചെയ്യുന്ന രാഷ്ട്രീയ കോമരങ്ങൾ, പഠിക്കാൻ വരുന്ന മക്കളെ പിടിച്ച് റാഗിങ്ങിന്റെ പേര് പറഞ്ഞ് മനുഷ്യൻ വിസർജിക്കുന്ന കക്കൂസിന്റെ ടോയ്ലറ്റിൽ ശ്വാസം മുട്ടിച്ച് മുഖം പിടിച്ച് താഴ്ത്തിക്കൊന്ന ക്യാമ്പസുകൾ, കോമ്പസ് കൊണ്ട് കാലിൽ കുത്തി പൊടിഞ്ഞ രക്തമെടുത്ത് ചുമരിൽ വിപ്ലവം എന്നെഴുതുന്നത് മുതൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 14
കേരളത്തിലെ പല ക്യാമ്പസുകൾക്കുള്ളിലും ആണാണിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ഞാള് വിപ്ലവം ഉണ്ടാക്കി കേരളക്കരയിൽ നിന്ന്. കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ അടുക്ക് കേരളത്തിൽ ഉണ്ടായ വിപ്ലവമായത്. ലിബറലുകൾ അയിഞ്ഞാടാൻ തുടങ്ങി ക്യാമ്പസുകളിൽ. ആൺകുട്ടികളെ മാത്രമല്ല അവര് ലക്ഷ്യം വെച്ചത്, പെൺമക്കളെയും അവർ സ്വാധീനിച്ചു. ഇല്ലേ? 25ഉം 26ഉം വയസ്സുള്ള പെൺമക്കൾക്ക് കല്യാണം വേണ്ട. ഏതോ കുപ്രസിദ്ധരും സുപ്രസിദ്ധരുമായ ഡൈവോഴ്സ് നടത്തിയ ഏതൊക്കെയോ സിനിമാ നടന്മാരുടെ ജീവിതം കാണിച്ചിട്ട് പറഞ്ഞു, കല്യാണം കഴിക്കരുത്, അത് ബന്ധനമാ. പർദ്ദ ധരിച്ചോളോട് പറഞ്ഞു, ചാക്ക് പൊതിഞ്ഞടക്കാൻ ആരാ പറഞ്ഞേ? ഊരിക്കോ. മദ്രസാപ്പട്ടമാര് പറയുന്നൊന്നും കേൾക്കണ്ട. അതിന്റെ പരിണിത ഫലം ഇന്ന് സമൂഹം അനുഭവിക്കാനും തുടങ്ങി. എത്ര ആൺകുട്ടിക്ക് പെണ്ണിട്ടുന്നില്ല. ഉമ്മാരെല്ലാം എങ്ങനെയൊക്കെയോ കൊണ്ടുവരും. പെൺകുട്ടി ആദ്യം ഒരു നിബന്ധന വെക്കും, ഞാൻ പഠിപ്പിക്കണ്ടാന്നോ ജോലി വാങ്ങണ്ടാന്നൊന്നും എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് കേട്ടോ. പക്ഷേ അപകടകരമായ ഒരു ചിന്തയിലേക്ക് പെൺമക്കൾ പോയിട്ടുണ്ട്. കാരണം ആൺമക്കളെക്കാൾ ഏറെ റോട്ടിന്റെ സൈഡിൽ പെൺമക്കളാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനേക്കാൾ ഏറെ ആർത്തുല്ലസിച്ച് ജീവിക്കുന്ന ഒരു മായാ ലോകത്തേക്ക് അവർ എത്തിപ്പെടുന്നുണ്ട്. ഞാനതൊക്കെ പിന്നീട് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അങ്ങനെ ഉമ്മാന്റെ നിർബന്ധത്തിന് ആരെങ്കിലും കാണാൻ വന്ന ചില പെൺകുട്ടികൾ നിബന്ധന വെക്കും, എനിക്ക് കുറച്ച് അഭിപ്രായം ഉണ്ട്. എന്തേ? എനിക്കിങ്ങനെ പഠിച്ചണം, പഠിച്ച് ചിലപ്പോൾ യൂറോപ്പ് പോകേണ്ടി വരും, ബാംഗ്ലൂരിൽ പോകേണ്ടി വരും. ഞാൻ ജോലി വാങ്ങും, ഞാൻ ഓനെ നോക്കും. എന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും, അല്ല എനിക്ക് താല്പര്യമല്ല. എന്താ എന്റെ ഇഷ്ടം? എനിക്ക് കുറെ ആൺ ഫ്രണ്ട്സുകൾ ഉണ്ടാകും. രാത്രി ചിലപ്പോൾ എനിക്ക് പുറത്തു പോകണം, സൺസെറ്റ് കാണണം, സൺഷൈൻ കാണണം, ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കണം, ബർത്ത്ഡേ പോകണം, വെറൈറ്റികളായ ഫുഡുകൾ തേടി രാവ് പകലാക്കി നടക്കണം. അതിനൊക്കെ പറ്റെങ്കിൽ കല്യാണം കഴിക്കാൻ റെഡി. പെട്ടെന്ന് പ്രസവിക്കാൻ പറയരുത്, മക്കളോക്കാൻ പറയരുത്. ഇതൊക്കെ ഈക്വൽ മനോഭാവത്തിൽ പോവുകയാണെങ്കിൽ ഓക്കെ. ഇന്ന് പറയപ്പെടുന്ന പെൺമക്കൾ പാശ്ചാത്യ ലോകത്തല്ല, കേരളത്തിലെ വാപ്പാന്റെ മക്കളെ കൂട്ടത്തില. അത്രയേറെ ലിബറൽ മനോഭാവം നമ്മളെ മക്കളെ കാർന്നു തിന്നാൻ തുടങ്ങി. അതിന്റെ പരിണിത ഫലമോ? എത്രയോ കുടുംബങ്ങളിൽ ഇപ്പം വിവാഹം നടക്കുന്നില്ല. പോട്ടെ, ഇപ്പം വിവാഹത്തോടെ കിട്ടേണ്ടത് മുൻപ് കിട്ടുന്നുണ്ട് എന്നൊരു ധാരണയിലേക്ക് അവരെത്തി. അങ്ങനെ വന്നതാ ലിവിങ് ടുഗദറുകൾ, അങ്ങനെ വന്നതാ ഡേറ്റിങ്ങുകൾ, അങ്ങനെ വന്നതാ ഒരു കാലഘട്ടത്തിൽ അവിശുദ്ധമാക്കപ്പെട്ട ഒരു പെണ്ണിന്റെ കൂടെ ആണിനെ കണ്ടാലും ആണിന്റെ കൂടെ പെണ്ണിനെ കണ്ടാലും അവരൊരുമിച്ചൊരു ഇടപാടോടുകൂടി ഒരു വീട്ടിൽ താമസിച്ചാലും നമ്മൾ പറയും ജാരനാന്ന്. ഇന്നോ ഒന്ന് പരിഷ്കരിച്ചിട്ട് പറഞ്ഞു ബെസ്റ്റിയാണ്. മംഗലാപുരത്ത് പഠിക്കാൻ പോയ പെൺകുട്ടി കോഴിക്കോടുള്ള അമ്മാനോട് വിളിച്ചു പറഞ്ഞു, ഉമ്മ കത്തോളിക്കാരിയായ ഉമ്മാനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഒരാഴ്ച അവധിയുണ്ട്, ഞാൻ കമ്പയർ സ്റ്റഡിക്ക് ഇവിടെ നിൽക്കുക. അവസാനം 3ാമത്തെ ദിവസം കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ആൺ സുഹൃത്തിന്റെ വീട്ടിൽ ഫാനിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. വായിച്ചിട്ടുണ്ടല്ലോ. ആ വായനയുടെ അപ്പുറത്തേക്ക് പോലീസുകാരൻ ചുറ്റുഭാഗക്കാരോടും ബന്ധുക്കളോടും ചോദിച്ചു, ആരായിരുന്നു ആൺകുട്ടി? ഓളെ ബെസ്റ്റിയാന്ന് അവള് പറഞ്ഞത്. ആധുനികവൽക്കരണം, ലിബറലിസം എത്രത്തോളം നമ്മളെ മക്കളെ സ്വാധീനിച്ചു എന്നുള്ളതിന്റെ തെളിവാ. ഒരു ഭാഗത്ത് മാത്രല്ലത്, കുടുംബങ്ങളെയും അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അള്ളാന്റെ ദീന് തീക്കട്ട കൈമ പിടിക്കും പോലെ പല കുടുംബക്കാരും പിടിക്കുന്നത്. നിവൃത്തിയോടുണ്ട്. വിവാഹത്തിന് കണ്ടുപോകുന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു പട, എന്തൊക്കെ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങൾ, മൊബൈൽ ഫോണുകൾ, താലപ്പൊലി മേളത്തോടു കൂടി റീൽസ് ഇടാൻ വേണ്ടി മാത്രം കിറ്റ്കാറ്റിന്റെ കൊട്ടാരം, ഡയറി മിൽക്കിന്റെ താജ്മഹല്, 15,000 തുടങ്ങി 1.5 ലക്ഷം വരെ മനുഷ്യന്റെ കിബിറ് കാണിക്കുന്ന വേദിയായി മാറി. കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത മഹലിൽ ഒരു കല്യാണം തെറ്റിപ്പോയി. എന്താ കാരണം? ഒരു പ്രതീക്ഷിച്ച ഒരു 30,000 മുട്ടായി ആയിരുന്നു, ചെക്കൻ കൊടുത്തത് ഒരു 6,000 രൂപേൻ്റെതായി പോയി. പിറ്റേന്ന് പൊരന്റെ കൊലായി കൊണ്ടിച്ചിട്ട് പോലും പറഞ്ഞ ആള് മുന്നോട്ടില്ല, ആലോചന നിർത്തുകയാണ്. എന്താ കാരണം? മുട്ടായി കുറഞ്ഞുപോയി. നമ്മൾ വരുത്തി വെക്കുന്ന ലിബറൽ ചിന്തകൾ കുടുംബത്തെ സ്വാധീനിക്കാൻ തുടങ്ങി. പണ്ടുകാലത്ത് കല്യാണത്തിന് ഒരു ദിവസത്തേക്കായിരുന്നു പലരും വസ്ത്രം വാങ്ങിയിരുന്നത്. ഇന്നോ ഞായറാഴ്ച കല്യാണത്തിന് പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറയും, വ്യാഴാഴ്ച തുടങ്ങും, വ്യാഴാഴ്ച കറുപ്പാ വേണ്ടി. അമ്മായി പറഞ്ഞിട്ട് എല്ലാവരും കറുപ്പിട്ട് വരണമെന്ന്, കറുപ്പ് കല്യാണം. വെള്ളിയാഴ്ച മഞ്ഞ വേണം, മഞ്ഞ കല്യാണം. ഞാൻ ആക്ഷേപിക്കല്ലോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ മക്കളെ അല്ല കുറ്റം പറയുന്നത്, മാറാത്ത വാപ്പാരും ഉമ്മാരും ഒരു സമൂഹത്തെ എത്രത്തോളം നശിപ്പിക്കുന്നു എന്നുള്ള ചിന്ത വരണം. എനിക്കൊരാളോടും വ്യക്തിപരമായിട്ട് വെറുപ്പില്ല. ഇതൊക്കെ പറയുമ്പോഴും ഏകദേശം 16 കൊല്ലങ്ങൾക്ക് മുൻപ് ആദ്യമായി ഒരു മഞ്ഞക്കല്യാണം വന്നപ്പം ചാതുലിപ്പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചതാ ഞാൻ. അന്ന് അത് അത്ഭുതമായിരുന്നു. അത് പ്രസംഗിച്ചിങ്ങോട്ട് ഇറങ്ങുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് തെറി കെട്ടിയ കയ്യും കണക്കില്ല. ആഴ്ചകളോളം തെറി കിട്ടി. കാരണം ഓരോരുത്തരും ചോദിച്ചു, ഓരോരുത്തരുടെ പൈസ അല്ലേ, ഓർക്ക് ഇഷ്ടമുള്ളത് ചെയ്തൂടെ? അങ്ങനെയാണോ റബ്ബ് പറഞ്ഞ്? അങ്ങനെ റബ്ബ് ഒരു അനുവാദം തന്നിരുന്നെങ്കിൽ, നമ്മളെ കണ്ണ് നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലേ കാണാൻ പറ്റിയായിരുന്നെങ്കിൽ ഈ കണ്ണ് നമ്മൾ വെറുതെ വെക്കുവോ?
ഏത് കുളിമുറിന്റെ മേലെയും കൊണ്ടെക്കും, എന്തു തോന്നിയാസവും കാണും. പക്ഷെ പടച്ചോൻ പറഞ്ഞു, കണ്ണ് എന്റെ മുഖത്താണെങ്കിലും ഞാൻ അതിനൊരു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. നാവ് എന്റെ തൊള്ളയിലാണെങ്കിലും നീ അതുകൊണ്ട് എന്തും പറയരുത്, ഞാൻ നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ചെവി എന്റെ മുഖത്താണെങ്കിലും എന്തും കേൾക്കരുത്, ഞാൻ നിയന്ത്രണം വെച്ചിട്ടുണ്ട്. പൈസ എന്റേതാണെങ്കിലും എനിക്ക് എന്ത് തോന്നിയ മാതിരി ഉപയോഗിക്കരുത്, ഞാൻ നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയത് മാത്രല്ല റബ്ബ് ചോദിക്കുക, എങ്ങനെ ചെലവാക്കിയെന്ന് ഇനി പടച്ചോനോട് കണക്കറിയേണ്ടി വരും. അത്രയേറെ ലിബറൽ മനോഭാവം മക്കളെ സ്വാധീനിച്ചു, കുടുംബത്തെ സ്വാധീനിച്ചു. പൈസ ഉണ്ടാക്കാനുള്ള ത്വര അത് കുടുംബത്തിൽ ഓരോരുത്തരെയും സ്വാധീനിച്ചപ്പോ പണ്ടുകാലത്തൊക്കെ ഇരുട്ട് ചെയ്യുന്നത് പരസ്യമായി ചെയ്യാൻ തുടങ്ങി. നാട്ടുകാരെ അറിയിക്കാനുള്ള വെപ്രാളായി. അതിന്റെ സങ്കടമാണ് റമദാനിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ അറിഞ്ഞതും. അറിയാതെ ബാഗ് വലിച്ചെടുക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൈ അബദ്ധവശാൽ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒന്ന് തൊട്ടു. കിട്ടിയ അവസരം മുതലാക്കാൻ ഇടത്തെ കൈയിൽ ചൂണ്ടക്കുളത്തുമായി കാത്തുനിന്ന പെണ്ണ് മൊബൈൽ ഓണാക്കി പിടിച്ച് തന്റെ ഉന്തിയ ഭാഗം ആണിന്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് പ്രലോഭിപ്പിച്ചു. അവസാനം ആ പ്രലോഭനത്തിന്റെ കിടക്കെപ്പോഴോ ആ മനുഷ്യന്റെ മനസ്സ് പതറിയപ്പോ കിട്ടിയ വീഡിയോ 5 കഷണങ്ങളാക്കി പൊതുസമൂഹത്തിന്റെ മുൻപിൽ സ്ത്രീലമ്പടനായി ആ ചെറുപ്പക്കാരൻ അവതരിപ്പിച്ചതിന്റെ 24 മണിക്കൂറിനുള്ളിൽ ആ സാധു ആത്മഹത്യ ചെയ്തു. ഇതൊരു കുടുംബത്തിൽ മാത്രമല്ല, ഇതൊക്കെ നമ്മളെല്ലാരെയും ആഗ്രഹ. ഇതിലൊക്കെ കുടുങ്ങണം, സ്റ്റാറ്റസ് ഇടണം, അതൊക്കെ കണ്ടു കുറെ ലൈക്ക് കിട്ടണം, ഷെയർ കിട്ടണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറി എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഇന്ന് സ്വസ്ഥത പലർക്കും ഇല്ലാന്ന് തന്നെ പറയാം. 5 അടി 6 അടി തേക്കിന്റെ കട്ടിലിൽ ലോണെടുത്തുണ്ടാക്കിയ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ശീതീകരിച്ച AC റൂമിനുള്ളിൽ പരിവരുത്ത മെത്തന്റെ മേലെ രണ്ടാളു 2 ഭാഗത്തേക്കും ചെരിഞ്ഞടന്ന് 10ാം ക്ലാസ്സിലെ ചാറ്റ് ചെയ്ത് കുത്തിരിക്കുക. കുടുംബങ്ങൾ നശിക്കാനുള്ള കാരണം അത്രയേറെ ലിബറലിസം നമ്മളെ കുടുംബത്തേക്ക് കയറി വന്നു. നിയന്ത്രിക്കേണ്ട രക്ഷിതാക്കൾ പോലും അതിന്റെ മാതൃക കാണിച്ചു കൊടുക്കുന്നിടത്ത് പരാജയപ്പെട്ടു. അത്രമാത്രം എന്ന് ചോദിച്ചാ, ഞാനിത് പറയുമ്പോൾ സമയത്തിന്റെ പരിമിതിയുണ്ട്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരുകയില്ല. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? മനുഷ്യരെ ഒരു ചിന്തയെങ്കിലും നമ്മളെ വീട്ടിൽ, നിങ്ങൾ നാട് നന്നാക്കണ്ട, സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ ഒരു മാറ്റങ്ങൾക്ക് വരുത്താൻ പറ്റിയ പടച്ചോൻ ആദരിക്കും വാപ്പാനെ, പടച്ചോൻ ഇഷ്ടപ്പെടും മാനെ. അത് അള്ള പറഞ്ഞ വാക്കാ. അർറജുലു റാഇയത്തുൻ അലാ അഹ്ലിഹാ, കുടുംബത്തിന്റെ ഭാരം നിങ്ങളുടെ മേലെയാ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുക, അരിയും പഞ്ചസാരയും വാങ്ങിക്കൊണ്ട കൊടുക്കുക, വിദ്യാഭ്യാസത്തിന് പൈസ ഉണ്ടാക്കുക, നായി നയിക്കുന്ന മാതിരി എങ്ങനെങ്കിലും മുതലുണ്ടാക്കി കുടുംബം നോക്കുക എന്നല്ല പടച്ചോൻ പറഞ്ഞേ. ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ തലയില. എവിടെങ്കിലും ഒരു പതർച്ച വരുന്നുണ്ടെങ്കിൽ വീടും മക്കളെയും വാപ്പാന്റെ ആ ഒരു ദീനി ചിന്തയിലേക്ക് വാരിപ്പിടിച്ച് കൊണ്ടടക്കേണ്ട ബാധ്യത ഉമ്മാക്കുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. ആ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടപ്പോയ കുടുംബത്തിൽ പലതും നമുക്ക് ഇല്ലാണ്ടാവാൻ തുടങ്ങിയത്. എത്രത്തോളം എന്ന് ചോദിച്ചാ, ഇന്നത്തെ സമൂഹത്തിന്റെ മുൻപിൽ ആ ലിബറൽ വന്നപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ലോകത്ത് ഏറ്റവും കൂടുതൽ വാണിജ്യവൽക്കരിക്കപ്പെടുന്നത് എന്താ? വിപണനം നൽകപ്പെടുന്നത്. നമ്മൾ വിചാരിക്കേണ്ട ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്ന ഭക്ഷണമാണ്. അല്ല, ഇക്കഴിഞ്ഞ UN റിപ്പോർട്ട് പ്രകാരം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വാണിജ്യം നടക്കുന്നത് കോസ്മെറ്റിക് ഉപകരണങ്ങളാണ്. അതിനേക്കാളും പിന്നെ കൂടുതലുള്ളത് പടക്കോപ്പുകളാണ്. പടക്കോപ്പുകൾ പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്. പക്ഷെ മനുഷ്യർക്കിടയിലെ വിപണനം നടത്തപ്പെടുന്ന ഏറ്റവും വലിയ വാണിജ്യം കോസ്മെറ്റിക്കാണ്. കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. ഇന്ന് ആ കോസ്മെറ്റിക് എത്രത്തോളം മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി എന്നറിയണമെങ്കിൽ 530 ബില്യൺ ഡോളറിനാണ് ലോകത്ത് കോസ്മെറ്റിക് വിപണനം നടത്തുന്നത്. 530 ബില്യൺ എന്ന് പറഞ്ഞാൽ 5300 കോടി, 53,000 കോടി. 53,000 കോടി രൂപയുടെ ഡോളറിന്റെ വിപണനമാണ് ലോകത്ത് കോസ്മെറ്റിക്കിന്. ഇതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാകും എവിടെയാണെന്നറിയോ? മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിന് ഈ ലോകത്ത് ചെലവാക്കുന്ന പൈസ വെറും 13 ബില്യണാണ്. മാക്സിമം പോയ 17 ബില്യൺ എന്നാണ് UN പറയുന്നത്. 17 ബില്യൺ. അതിൽ കേരളത്തിലെ വിദ്യാഭ്യാസം പെടും, ഇന്ത്യയിലെ വിദ്യാഭ്യാസം പെടും, യൂറോപ്പിലെയും പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലൊക്കെ ഉള്ള വിദ്യാഭ്യാസത്തിന് ലോകം ചെലവാക്കുന്നത് 17 ബില്യൺ. കോസ്മെറ്റിക്കിന് ചെലവാക്കുന്നത് 530 ബില്യൺ. മനുഷ്യൻ കഴിക്കുന്ന അന്നത്തിന് ലോകം ചെലവാക്കുന്നത് 120 ബില്യൺ. തിന്നുന്നതിനേക്കാളും 5 ഇരട്ടിയ കോസ്മെറ്റിക്കിന്. അതിന്റെ സങ്കടമാണ് ഇന്ന് 2ാം ക്ലാസ് പഠിക്കുന്ന മോളെ ചുണ്ടിലും എന്തുണ്ട്? ലിപ്സ്റ്റിക് ഉണ്ട്. അള്ളാന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ
പിരികം വടിക്കരുത്. ലഅനത്തുല്ലാ, അല്ലാഹ് ശപിച്ചവളാണവൾ. അന്നാമിസാത്തു വൽ മുത്തനമ്മിസാത്തു, പിരികം വടിക്കുന്നവളെയും വടിക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും. അൽ വാസിമാത്തു വൽ മുതവസ്സിമാത്തു, ചായം കുത്തുന്നവളെയും ചായം കുത്താൻ ഇരുന്നു കൊടുക്കുന്നവളെയും. കോഴിക്കോട് തുറക്കപ്പെട്ട പുതിയ പബ്ബിൽ, തുറക്കപ്പെട്ട ഒരു സ്ഥാപനത്തിൽ പരസ്യമായി പച്ച കുത്താൻ പെൺകുട്ടികൾ ക്യൂവാ ശരീരത്തിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യര്? കേരളത്തിന്റെ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിക്കേണ്ടിയിരുന്ന മദ്യം ഇപ്പോൾ അനുവദിക്കപ്പെട്ട കേരളത്തിലെ 8 പബ്ബുകളിൽ 5 കോഴിക്കോടാണ്. അതിൽ 3 ഹുക്കകളുണ്ട് അറേബ്യൻ സംസ്കാരത്തിൽ. ആ പബ്ബുകളിൽ കുത്താൻ ചാപ്പയുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൽ കുത്താൻ വ്യത്യസ്ത കളറുകളെ കൊണ്ട് ശരീരത്തിൽ പച്ച കുത്താൻ ആളുകൾ ക്യൂ ഉണ്ട്. കൂടുതലും ചരിത്രം പറയുന്നു, റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നു, ആസ്വാദന ലോകത്തേക്ക് എത്തിപ്പെടുന്നത് നമ്മളെ കുടുംബത്തിലാ. മദ്രസയിൽ പോകുന്നവര്, ദീൻ എന്താന്ന് പഠിച്ചവര്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ ഒരല്പം കുടുംബത്തിലേക്ക് ഇനി ശ്രദ്ധിക്കണം. ഓരോ രംഗത്തും നമ്മളെ മക്കളെ പറ്റി പടച്ചോൻ ചോദിക്കുമ്പോ നാളെ റബ്ബിന്റെ മുൻപിൽ മക്കളെ കൊണ്ട് അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഒരു സ്വഹാബി ചോദിച്ചു, നബി, സ്വഹാബി ഓർമ്മപ്പെടുത്തി, റസൂലേ, ഞാൻ ആരാവണം മക്കൾക്ക്? അള്ളാന്റെ ഹബീബ് പുഞ്ചിരിയോടെ പറഞ്ഞു, അവ്വലുൽ മദ്രസ, ആദ്യത്തെ മദ്രസ നീയാവണം, ഒന്നാമത്തെ മദ്രസ. ആ മദ്രസ നിനക്ക് എത്രത്തോളം മാറാൻ പറ്റുന്നോ എങ്കിലേ നിന്റെ മക്കളും നന്നാവൂ. ഉടനെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരു സ്വഹാബി വന്ന് ഉമറിനോട് പറഞ്ഞു, ഉമറെ, നിന്റെ കുട്ടീനെ ഒന്ന് ഉപദേശിക്കണം, ഞാൻ പറയുന്നൊന്നും കുട്ടി അനുസരിക്കുന്നില്ല എന്ന്. കുട്ടി അനുസരിക്കുന്നില്ല, ഇനി ഒന്ന് ഉപദേശിക്കണം ഉമറെ, നിങ്ങളൊന്ന് ഉപദേശിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടീനെ അങ്ങനെ വിളിച്ചു എന്നാ. എന്നിട്ട് പറഞ്ഞു, മോനെ, വാപ്പക്ക് പരാതി ഉണ്ട്, ഈ അനുസരിക്കുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം. ഇസ്ലാമിലെ മാതാപിതാക്കളോടുള്ള കടമയൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കേട്ട് കുട്ടി ഇങ്ങനെ ഓക്കെ എന്നും പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്ന് ആ കുട്ടി തിരിഞ്ഞു നിന്നിട്ട് പറയും, ഉമറേ, എനിക്ക് അങ്ങയോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. സാധാരണ ഒരു സഹാബത്തും അങ്ങനെ പറയലില്ല. കാരണം ഉമറിന്റെ നേരെ തിരിഞ്ഞിക്കുക എന്ന് പറഞ്ഞാൽ സഹാബത്തിന് പോലും പേടിയാണ്. കാരണം അള്ളാന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഷെയ്ത്താൻ പോലും ഉമറിന്റെ മുമ്പക്ക് വരൂല, ഉമറിനെ പേടിയാ ഷെയ്ത്താന്. ആ ഉമറിനോട് ഈ കുട്ടി, ഒരു ചെറുപ്പക്കാരൻ പറയും, ഉമറെ, താങ്കൾ കുറേ ന്യായം പറഞ്ഞല്ലോ, എനിക്കൊരു തിരിച്ചൊരു ചോദ്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചോദിച്ചെങ്കി. കുട്ടി ചോദിച്ചു, ഉമറെ, നിങ്ങൾ വാപ്പക്കിനോട് ഉമ്മനോടുള്ള കടമയല്ലേ ഇതുവരെ പ്രസംഗിച്ച്? ഈ വാപ്പക്കും ഉമ്മക്കും മക്കളായ ഞങ്ങളോട് ഉത്തരവാദിത്വമൊന്നുമില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു അത് കേട്ട് കണ്ണിങ്ങനെ നിറയും. സഹാബത്ത് ഇങ്ങനെ പേടിക്കുക, ഉമർ എന്താപ്പ ചെയ്യാന്നറിയൂല. ഉമറിന്റെ കണ്ണിങ്ങനെ നിറയും. ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചിരുത്തും. എന്നിട്ട് ചോദിക്കും, മോനെ, എന്താ എനിക്ക് അറിയേണ്ടി? കുട്ടി പറഞ്ഞു, ഉമറെ, പറ, എന്താ വാപ്പക്കും ഉമ്മക്കും മക്കളോടുള്ള ആദ്യത്തെ ഒരു കടമ? ഉമർ റളിയല്ലാഹു അൻഹു കണ്ണീരോടെ പറയും, ആ മക്കൾക്ക് നല്ലൊരു ഉമ്മനെ കൊടുക്കണം, അത് വാപ്പന്റെ കടമയാണ്. നല്ലൊരു വാപ്പനെ കൊടുക്കണം, അത് ഉമ്മന്റെ കടമയാണ്. കുട്ടി വെറുപ്പോടെ തലയാട്ടും, ഇങ്ങനെ വൈലക്കും, നാശം. അത് കണ്ടപ്പോഴേക്ക് ഉമർ പിന്നെയും കണ്ണീര് വരും. എന്നിട്ട് അദ്ദേഹം, ആ കുട്ടി പറയും, സുമ്മ, അടുത്ത് പറ ഉമറെ, ആ കുട്ടിക്ക് നല്ലൊരു പേരിടണം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതും അർത്ഥമൂല്യമുള്ളത് പേര്. അത് വാപ്പാന്റെ പേരും കൂട്ടിയിട്ടാൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടം, അതാ രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. കുട്ടി വീണ്ടും തലയാട്ടിയിട്ട് പറയും, വൈല, നാശമേ, അടുത്ത് പറ. അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി വിങ്ങിപ്പൊട്ടിയിട്ട് പറഞ്ഞു, മോനെ, മൂന്നാമത്തേത്, ദീനീപരമായ കാര്യത്തിൽ മാർഗം കാണിച്ചു കൊടുക്കുന്ന വാപ്പയും മെയ്യാവണം. അള്ളാന്റെ ദീന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാപ്പയും മെയ്യാവണം. അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു വാപ്പയും മെയ്യാവണം. ഉമർ പറയുന്നതിന്റെ ഇടക്ക് കുട്ടി കയ്യേർത്തിട്ട് പറഞ്ഞു, ഹസ്ബുക്കല്ലാൻ, മതി മതി ഉമറെ, നിർത്തിക്കാളി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ? ഈ പറഞ്ഞ 3 എനിക്ക് കിട്ടിയിട്ടില്ല ഉമറെ. എനിക്ക് നല്ലൊരു ഉമ്മാൻ എന്റെ വാപ്പ തന്നിട്ടില്ല. എപ്പോഴും പരാതിയുമായി വാപ്പയായിട്ട് വഴക്കുകൂടുകയും തിന്നണം വെക്കണം വളമ്പണം എന്തെങ്കിലുമൊക്കെ കുറെ ചെയ്യണം എന്ന് വിചാരിച്ച് ആൾക്കാരെ മുൻപിൽ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ഉമ്മനെ എന്റെ വാപ്പ എനിക്ക് തന്ന്. എന്റെ ഉമ്മ ഒരിക്കലും എന്റെ ഒരു നല്ല കാര്യത്തിന്, ഒരു ദീനിന് എന്റെ ഉമ്മാനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് തിരിച്ചു പറയും, എന്റെ വാപ്പാനെ എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ വാപ്പ ഇങ്ങനെ മുതലുണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, നയിക്കുക, അധ്വാനിക്കുക, വാപ്പക്കുമ്മക്കും തിന്നാൻ കിട്ടാത്തതൊക്കെ ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് തരിക, ഞങ്ങളെങ്ങനെ ഉഷാറാക്കുക എന്നല്ലാതെ നല്ലൊരു വാപ്പയും മെയ്യായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. പലപ്പോഴും തെറിയാണ് ഉമറെ ഞാൻ കേട്ടത്. സ്നേഹമൊന്നും ഞാൻ അവരിൽ കണ്ടിട്ടില്ല.
മനോഹരമായ ഒരു ചുംബനത്തിന്റെ സെക്കൻഡുകൾ പോലും അവരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവർ ഹസ്തദാനം ചെയ്തത് പോലും ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല ഉമറേ. ഇങ്ങനെ ഒരു സ്നേഹത്തോടെ വാപ്പയമ്മയും മക്കളെ മുൻപിന്ന് ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടിട്ടില്ല ഉമറേ. ആയ കാലം മുതൽക്ക് ഞാൻ കണ്ടത് കീരിയും പാമ്പും പോലെ അവര് വെട്ടുന്നതാ, തെറി പറയുന്നതാ, കുറ്റം പറയുന്നതാ. ഉമറിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. പിന്നെ ഉമറെ നിങ്ങൾ പറഞ്ഞല്ലോ രണ്ടാമത്തെ നല്ല പേരിടണം. നിന്റെ പേരെന്താ നിങ്ങൾ വാപ്പാനോട് ചോദിച്ചിരുന്നു? കുതിരയുടെ പച്ച ചാണകത്തിന്റെ അർത്ഥം വരുന്ന പേരാ എനിക്ക്. കുതിരയുടെ പച്ച ചാണകത്തിന്റെ പേര് വരുന്ന പേര്, അതെന്റെ പേരിന്റെ അർത്ഥം. ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തിലെ എത്ര വാപ്പാർക്ക് മക്കളെ പേരിന്റെ അർത്ഥം അറിയാം? എവിടുന്നാ അപ്പൊ അത് കിട്ടിയെന്ന് ചോദിച്ചാൽ ചിലര് പറയും അത് പെണ്ണുങ്ങളെ നാത്തൂന്റെ മോളുണ്ട് തൃശ്ശൂര്, അവിടെ കല്യാണത്തിന് പോയപ്പോ അവിടെ നിന്ന് ഒരു വെറൈറ്റി പേര് കിട്ടിയപ്പോ ഞാള് മോക്കം കിട്ടതാന്നറിയാം. എന്താ അപ്പൊ അതിന്റെ അർത്ഥം? സന ഫാത്തിമ എന്ന് ഇപ്പോഴും വിളിക്കുന്നവരുണ്ട്. എന്താ സന? വഇൻ സന, നിങ്ങൾ വ്യഭിചരിച്ചാലും, അള്ളാന്റെ ഹബീബ് പറഞ്ഞ വാക്കാണ്. വഇൻ സന, നിങ്ങൾ വ്യഭിചരിച്ചാലും, സന വ്യഭിചാരിണി. ചില ആൾക്കാരെ വിചാരം ഒരു ഫാത്തിമയോ ഒരു ആയിഷയോ ഒക്കെ ഫിറ്റ് ചെയ്താ അതൊരു വെറൈറ്റി ന്യൂ വേർഷൻ ആയി എന്നാ. എവിടുന്നെങ്കിലൊക്കെ പരിധി കിട്ടുന്ന ഒരു വാക്ക്. ഞാൻ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ, ഒന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി. പടച്ചോൻ ചോദിക്കും ആ മക്കളുടെ പേരിന്റെ അർത്ഥം. വാപ്പാന്റെ പേരിട്ട് വിളിക്കുമ്പോ അള്ള ചോദിക്കുന്ന. അതുകൊണ്ട് ഉമറെ, ഈ കുതിരയുടെ പച്ച ചാണകം എന്ന എന്റെ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഒരാൾ ആ പേര് വിളിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഉമറെ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഉമറെ മൂന്നാമത്തത്, ദീനിന്റെ കാര്യത്തിൽ വലിയ സൂക്ഷ്മതയും ത്യാഗം ചെയ്യുന്ന വാപ്പയും മെയ്യായിക്കണമെന്ന്. എന്റെ മാതാപിതാക്കൾ എന്നോടൊരു വക്ത് നിസ്കരിക്കാൻ, അല്ലാത്ത കാര്യത്തിന് ഞാൻ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്താ? ഞാൻ കൃഷിയിടത്ത് പോകുന്നില്ല, ഞാൻ വാപ്പനോട് ആജ്ഞാപിക്കും എടുത്തടാ ഇത് എടുത്തടാന്ന് പറയും. അത് ചെയ്യാത്തതല്ലേ അവര് കുറ്റം പറഞ്ഞ്? ഞാൻ നമസ്കാരത്തിന് വാപ്പ വിളിച്ചിട്ട് പോകാത്തതാന്ന് പറഞ്ഞോ? ഖുർആൻ ഞാൻ ഓതാത്തതാണെന്ന് പറഞ്ഞോ? ഉമറെ, ദുനിയാവിന്റെ കാര്യത്തിലല്ലാണ്ട് പടച്ചോന്റെ ദീനിന്റെ കാര്യത്തിൽ എന്റെ വാപ്പയമ്മേ എന്നെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. അതുകൊണ്ട് പറ ഉമറെ, അവരാണോ കുറ്റവാളി, ഞാനാണോ കുറ്റവാളി? ഉമറിന്റെ കണ്ണുകളിൽ നിന്നും പിന്നീട് വന്നത് രക്തമായിരുന്നു. സഹാബത്ത് പറയുന്നത് ദേഷ്യം കൊണ്ട്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ മക്കൾ നമ്മളെ പറ്റി എന്ത് പറയും? നമ്മളെ മക്കൾ പടച്ചവനോട് നമ്മളെ പറ്റി എന്ത് പറയും? പടച്ചവൻ എങ്കിൽ തന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ? ഈ വാപ്പന്റെയും ഇമ്മന്റെയും മക്കളായി ജനിച്ചു പോയതാന്ന് പറഞ്ഞാൽ നാളെ പടച്ചോന്റെ അടുത്ത് അവരത് പറയുമ്പോ അള്ളാഹു ആ രംഗം വരെ ഖുർആനിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. നമ്മൾ കാണും വാപ്പാര് മരിച്ചോയ മക്കള് ബേജാറാവണ്ട, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വാപ്പനെയൊക്കെ കാണാം അള്ളാന്റെ മഹ്ശറയിൽ. കുടുംബമായിട്ട് അള്ള കൂട്ടിപ്പിടിച്ചരും, എന്നിട്ട് അള്ള ഓരോരുത്തരെയും മാറ്റി നിർത്തി തരും. അത് അള്ളാന്റെ കൗല. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞത്, ഞാൻ ആദം നബീനെ സ്വർഗത്തുനിന്ന് പുറത്താക്കിയത് ദുനിയാവുക്ക് പറഞ്ഞയച്ചത് ദുനിയാവ് ഇങ്ങോട്ട് വെട്ടിപ്പിടിച്ച് മുഹബത്തോടെ ജീവിക്കാനല്ല, ദുനിയാവെന്ന് അധ്വാനിച്ചിട്ട് പുറത്താക്കിയ സ്വർഗത്തേക്ക് കയറാനുള്ള വഴി നോക്കാനാ. ആ ആദം നബിക്ക് ബാക്കിൽ വന്നോലെ ഞാനിങ്ങളും ഒക്കെ. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അള്ള പുറത്താക്കിയ സ്വർഗത്തിലേക്ക് വാപ്പാന്റെ കൂടെ കയറണം. അള്ള അങ്ങനെ കൂട്ടിപ്പിടിച്ച് വെച്ച് നോക്കുമ്പം കുടുംബമായിട്ട് തന്നെ അള്ളാന്റെ നരകത്തേക്ക് പോകുന്ന ഒരു കുടുംബാണെങ്കിലോ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇനി നമ്മളെ കുടുംബത്തിലേക്കൊക്കെ ഒന്ന് ചിന്തിക്കണം. കാര്യങ്ങൾ കൈവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അത്രയേറെ മനുഷ്യന്റെ ചിന്തകളിലേക്ക്, അവന്റെ രക്തത്തിലേക്ക് വയലൻസും കുടിലതയും കുത്തിവെക്കാൻ വേണ്ടി മീഡിയകളും ലിബറലുകളും നിരീശ്വരവാദികളും ഒക്കെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ മുവഹിദായ നമ്മളെ വീട്ടിൽ ജീവിക്കുന്ന ഒരു മകന് സൂഫിസവും ത്വരീക്കത്തിലേക്കും മായാലോകത്തേക്കുള്ള ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനത്തിലേക്കും ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, മൈ ബോഡി മൈ ചോയ്സ് എന്നൊരു മനോഭാവത്തിലേക്ക് എത്തിയ, ജനിപ്പിച്ച പടച്ചറബിന്റെ കോടതിയിൽ ജനിപ്പിച്ച മാതാപിതാക്കളെ മുൻനിർത്തി അള്ള വിചാരണ ചെയ്യും. ഇനി ഇതൊക്കെ ശ്രമിച്ചിട്ട് മക്കൾ നന്നായില്ലേ? നിങ്ങൾക്ക് അള്ളഹാനോട് പറയാൻ കണക്കുണ്ടാവും. ഇപ്പൊ ഞാൻ എന്റെ കഥ അറിയലുണ്ട്. ഞാനും റൌഫൊക്കെ ഒരുമിച്ച് ജാമ്യയിൽ പോയത്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ കയറി ഇവിടെ പ്രസംഗിക്കാൻ നിന്നപ്പോ കൂലി പോയത് ഇപ്പൊ കിടന്നുറങ്ങുന്ന എന്റെ അമ്മക്കും വാപ്പക്കുവാ. 6-7 കൊല്ലം ഞാൻ പഠിച്ച അറിവ് അങ്ങക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഞാൻ പേച്ചു പോയാൽ ഓൾക്ക് പഠിച്ചവനോട് അറിയാം, നല്ലോണം പഠിപ്പിച്ചിരും പഠിച്ചവനെ, പിന്നെ ഓന്റെ സ്വഭാവത്തിന് പേച്ചോയതാണ്. നമ്മൾ എന്ത് അറിയും? നമ്മൾ മക്കളെ പറ്റി എന്ത് അറിയും? പഠിപ്പിച്ചിരുന്നോ? ശ്രമിച്ചിരുന്നോ? ത്യാഗം ചെയ്തിരുന്നോ? കേരളത്തിൽ ഓരോ പ്രായത്തിലും മക്കൾക്ക് വേണ്ടതൊക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങി. നമ്മളെ കൊടുത്തിട്ടുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 7ാം ക്ലാസ് വരെ മദ്രസയിൽ പോയ മക്കൾക്ക് 7ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 12 വയസ്സാ. 12 കഴിഞ്ഞാൽ പിന്നെ ടീനേജാ,
കുതിരയുടെ പ്രായം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഷാബുൻ മിൻ ശുഅബത്തുൽ ജുനൂൻ, കെട്ടയിച്ചിട്ട കുതിരയുടെ പ്രായമാണത്. അവിടെ നിങ്ങൾ മക്കളെ കടിഞ്ഞാൻ പിടിക്കണം. അവിടെ നമ്മൾ CRE കൊണ്ടുവന്നു, കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ. മക്കളില്ല. ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ മക്കൾ പഴച്ചു പോകും. കാരണം അവന്റെ ശരീരം വളരും, വികാരം വളരും, പ്രണയവും പ്രേമവും ഒക്കെ മുട്ടിട്ട് തുടങ്ങുന്ന കാലം. അന്ന് നിങ്ങൾ മക്കളെ ചേർത്ത് പിടിക്കണം. ഹൈസക്ക് കൊണ്ടുവന്നു, നമ്മുടെ മക്കളില്ല. പ്രൊഫഷണൽ രംഗത്ത് പഠിച്ചത് പൈസ ഉണ്ടാക്കാനാണെന്ന് മക്കൾ ചിന്തിച്ചു തുടങ്ങും. അവൻ കൈക്കൂലിക്കാരനാവും. പഠിക്കാനുള്ള ടെൻഷൻ കൊണ്ടുവൻ കഞ്ചാവിലെത്തും. അതുകൊണ്ട് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് പ്രോഫ്കോൺ കൊണ്ടുവന്നു, നമ്മുടെ മക്കളില്ല. അവസാനം വാപ്പാർക്കും ഉമ്മാർക്കും പഠിച്ച് കുടുംബം ഒരുക്കാൻ വേണ്ടിയിട്ട് QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ കൊണ്ടുവന്നു, നമ്മളില്ല. നമ്മൾ പരക്കം പായ ദുനിയാവ് ഉണ്ടാക്കാൻ. ആ ഓട്ടത്തിനിടയിൽ പിന്നിലൂടെ ചാലിട്ടൊഴുകി പോകുന്ന കുടുംബത്തെ നമ്മൾ ഓർക്കുന്നേ ഇല്ല. അത് നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണേ. ഞാൻ നിർത്തുക. വീട്ടിൽ ചെന്ന് മക്കളെ വിളിക്കണം. +2 കാരനാണോ ഗൾഫിലുള്ളവനാണോ, ഓനെ വിളിച്ചിട്ട് ചോദിക്കണം, മോനെ മോളെ, വാപ്പ മരിച്ച എന്റെ മോളെങ്ങനെയാ മയ്യത്ത് കുളിപ്പിക്കുക, ഉമ്മന വാപ്പൻ എങ്ങനെയാ കുളിപ്പിക്കുക, ആദ്യം എവിടെയാ വെള്ളം ഒഴിക്കുക, എങ്ങനെയാ അങ്ങ് ഒതുവെടുപ്പിക്കുക, എത്ര പാഴം വെള്ളം ഒഴിക്കും, അവസാനം ഒഴിക്കുന്ന വെള്ളം ഏത് വെള്ള, ഏത് കൈമ ശീല ചുറ്റിയിട്ടെങ്കിൽ വാപ്പാനെ എങ്ങനെ കിടത്തിയിട്ടാ വയറമർത്തുക, ഉമ്മാന്റെ വയറിങ് ക്ലീൻ ആക്കുക, അവസാനം 3 തുണി എനിക്ക് തരുമെങ്കിൽ വാപ്പാൻ എങ്ങനെയാ ഒന്ന് കെട്ടുക, ഉമ്മാൻ എങ്ങനെയാ 5 തുണിയിലേക്ക് ഒന്ന് പൊതിയ. ഇനി പോട്ടെ, മയ്യത്തസ്കാരത്തിനും ഞാനിപ്പോ 2 ആഴ്ച മുൻപ് പോലും റമദാന്റെ ഒരു വല്യമ്മ മരിച്ചു, ഓനെ പിടിച്ച് എല്ലാവരും കൂടി ഇമാമാക്കി. ഓൻ തലന്റെ അടുത്ത് പോയി അങ്ങനെ നിൽക്കുന്നു. ഓൻ അറിഞ്ഞൂടാ മരിച്ചത് പെണ്ണാണെങ്കിൽ നടുവിലാ നിൽക്കേണ്ടത്. എത്ര ആൾക്കറിയാ? മരിച്ചത് സ്ത്രീ ആണെങ്കിൽ നടുവിലാണ് ഇമാമത്ത് കണ്ടി, ആണാണെങ്കിൽ തലഭാഗത്ത്. പിടിച്ചോനെ നടുവിലേക്കാക്കിയിട്ട് ഓൻ പറയാ തല എവിടെയാന്ന്. ഇനിയോ മയ്യത്ത് സ്കരിക്കുമ്പോൾ 3ാമത്തെ തക്ബീറിന്റെ പ്രാർത്ഥന, എന്ന പ്രാർത്ഥന ഒരു മകന്റെ നെഞ്ചിന്റെ ഉള്ളിൽ വാപ്പാനോടുള്ള പ്രണയം കൊണ്ടും ഉമ്മാനോടുള്ള മൊഹബത്തോണ്ടും വന്ന അല്ല പറയാ ഓല 2 ആളെയും പടച്ചും സ്വർഗത്തിലെത്തിക്കാൻ എല്ലാ ശ്രമവും നടത്തും. അത് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടേണ്ട വാപ്പാർക്കുമാർക്ക് അത് കിട്ടാണ്ടായി പോയാ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഏറെ ഖേദിക്കും അള്ളാന്റെ മുൻപിൽ. അതാ റസൂല് പറഞ്ഞതും, റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്ത് അള്ളാന്റെ മുമ്പ് തലകുനിക്കുന്നത് അള്ളാഹ് വിശ്വസിച്ചു കൊടുത്ത കുടുംബത്തിന്റെ പേരിലായിരിക്കും. അത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ചേർത്ത് പിടിക്കുക, സമയം കൊടുക്കുക, മറ്റെല്ലാ കാര്യങ്ങളും നീക്കി വെച്ച് ഉമ്മയും ബാപ്പയും മക്കളും മുശാവറ കൂടുക. മക്കളുടെ കാര്യത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിലല്ല, ദീനിന്റെ വിഷയത്തിൽ. ആ തിരിച്ചറിവിനാകട്ടെ ഈ ഒരു സന്ദേശം എന്ന് ഓർമ്മപ്പെടുത്തി, ഇതിനേക്കാൾ മനോഹരമായ റബ്ബിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകാറുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി ഇതിനേക്കാൾ സുന്ദരമായി നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. നാദാ, ഈ ഒരു ദീനി സംരംഭം മുന്നോട്ട് പോകാൻ വർഷങ്ങൾക്ക് മുൻപേ പണിയെടുത്ത ആളുകളുണ്ട്. മുഹമ്മദ് സാഹിബ് അടക്കം ഇപ്പൊ ഇതിനു വേണ്ടി പരിശ്രമിച്ചിരുന്ന ആളുകൾ. നാദാ, ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി. പണം കൊണ്ട്, ആരോഗ്യം കൊണ്ട്, സമ്മതം കൊണ്ട്, കൂട്ടായ്മ കൊണ്ടൊക്കെ ഒരു നാടും ഒരുപാട് വ്യക്തികൾ ഒരുമിക്കുമ്പോഴാ ഇതുപോലെ ഒരു പ്രകാശം പരത്തുന്ന, വെളിച്ചമേകുന്ന ഒരു ഭവനം ഒരു നാട്ടിലുണ്ടാകുന്നത്. ഇതിനേക്കാൾ മനോഹരമായി ഹൃദയം കൊണ്ട് ഇത് നിലനിർത്താനും ആഖിറത്തിൽ ഒരു വലിയ അടയാളമായി റബ്ബിന്റെ സ്വർഗത്തിൽ ഈ ഭവനവും ഇതിനു വേണ്ടി പരിശ്രമിച്ചതും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. മക്കളെയും കുടുംബത്തെയും സ്വർഗത്തിലെത്തിക്കാൻ എന്താണോ റബ്ബെ മാറ്റം ഉൾക്കൊള്ളേണ്ടത്, ആ മാറ്റം ഉൾക്കൊള്ളുന്ന നല്ലൊരു കുടുംബമാകാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ, പല രാജ്യങ്ങളും അറബ് രാഷ്ട്രങ്ങളും പ്രവാസികളും ഞങ്ങളുടെ സഹോദരങ്ങളും ഏറെ പ്രയാസത്തിലാണ് റബ്ബെ. എന്താണ് ഏറ്റവും ഹൈറായത്? ആ സമാധാനവും സംരക്ഷണവും നൽകി ഞങ്ങളെ സുഹൃത്തുക്കളോട്, കുടുംബങ്ങളോട്, സഹോദരങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ. ഗസയിലടക്കം പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് ആത്യന്തികമായ സമാധാനം നൽകണമേ. വസല്ലല്ലാഹു അലാ നബീന. ഒരൊറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ യത്തീമക്കൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് തിരൂരങ്ങാടി യത്തീംഖാന. ആദ്യ കാലഘട്ടത്തിലുള്ള യത്തീംഖാന 280-ലധികം മക്കളുണ്ടായിരുന്നു, യത്തീം കുട്ടികൾ തന്നെ. പക്ഷെ സർക്കാരിന്റെ പുതിയ നിയമം വന്നപ്പോൾ അന്യ സംസ്ഥാനത്തുള്ളവർ പോയി. ഇപ്പൊ 100ഓളം ഉണ്ട്. പിന്നെ 10-15 അന്തേവാസികളും സാധുക്കളായ വൃദ്ധന്മാരുമാണുള്ളത്. അവരുടെ
ജീവിത ചെലവ് കണ്ടെത്തുന്നത് റമദാൻ മാസത്തിലെ കലക്ഷനിലൂടെ. ഒരു മാസത്തെ കലക്ഷനാണ് ഒരു വർഷത്തെ അവരുടെ ചെലവ്. ഞാൻ അതിന്റെ റിസീവർ ഒന്നും അല്ല കേട്ടോ. പക്ഷെ എൻ്റെ മൂത്താപ്പ MT മൊയ്തീൻ മാസ്റ്റർ നന്മണ്ട ആയിരുന്നു അതിന്റെ റിസീവർ. അദ്ദേഹം ഒരു 10 കൊല്ലം മുൻപ് റമദാനിൽ പെട്ടെന്ന് മരണപ്പെടുക. അന്ന് അദ്ദേഹത്തിന്റെ റെസീറ്റ് ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ പോകുന്ന പ്രസംഗ സ്ഥലത്തൊക്കെ ഞാൻ ആ റെസീറ്റ് കൊടുത്തു. അവസാനം ഇപ്പൊ എൻ്റെ പേരിൽ എല്ലാ റമദാനിലും ഓലത് അയക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഞങ്ങളെ മക്കളെ പറ്റി പറയണം, എന്തെങ്കിലും ഇഫ്താറിനോ ഭക്ഷണമായിട്ടോ പെരുന്നാൾ പുടവയായിട്ടോ കിട്ടിയാൽ ഞങ്ങൾക്ക് എത്തിച്ചേരണം. നിങ്ങളോടും പറയാണ്, എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നടക്കുന്ന ആ ഒരു സഹായത്തിൽ നിങ്ങൾ നൽകുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക കേട്ടോ. കാരണം എന്താണെന്നറിയാവോ, ഒരു വാപ്പാന്നുള്ള ആത്മരോഷം എനിക്ക് ഉണ്ടാവാം. കാരണം എൻ്റെ മോൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് മുട്ടായി ആണ് മദ്രസയ്ക്ക് കൊണ്ടുപോകാൻ. ഞാൻ ചോദിച്ചു എന്തിന്? എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കതില്ല, ഇസ്ലാമിൽ അതില്ല, അതുകൊണ്ട് നമുക്ക് വേണ്ട മോനെ എന്ന് പറഞ്ഞു. പറഞ്ഞു എന്നിട്ട് ഇപ്പൻ്റെ കൂടെ നടക്കുന്ന ഷമീർ കാക്കൻ്റെ മോനുണ്ടല്ലോ, അല്ലെങ്കിൽ നജീം കാക്കൻ്റെ മോൾക്ക് കൊടുത്തുക്കല്ലോ, എന്താ എപ്പൊക്ക് മാത്രം ഇതിലൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ കാട്ടിക്കൂട്ടുന്ന വേരക്കേടുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ ദീനും കൂടി ഇല്ലാണ്ടാകുക. അത് അള്ളാന്റെ ദീനിനെ നമ്മൾ സ്വയം നശിപ്പിക്കുന്നതിന് കണക്കാ. ഇവിടെ ശത്രുക്കള് നമ്മളെ ഇസ്ലാം വംശീയതയോടുകൂടി പെരുമാറുന്നവരല്ല, ഉള്ളു കയറി ഈ ദീനിനെ ഇല്ലാണ്ടാക്കുന്നവരാ. അത് നമ്മളാവരുത് എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഒരു പക്ഷേ വാക്ക് കടുത്തുപോയത്. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.